എല്ലാവർക്കും സ്വാഗതം. ഈ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മി ഗൗതത്തിനോട് പറയുവാണ്, നാളെയാണ് നിൻ്റെയും പിങ്കിയുടെയും വിവാഹ വാർഷികം, അത് നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കണമെന്ന്. അതിനുശേഷം ഈ വിവരം പിങ്കിയോട് പറയാൻ വേണ്ടി ലക്ഷ്മി പോവുകയാണ്. എന്നിട്ട് ലക്ഷ്മി പിങ്കിയോട് പറയുവാണ്, നിൻ്റെയും ഗൗതത്തിൻ്റെയും വിവാഹ വാർഷികമാണ് നാളെ, അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്കത് ആഘോഷിക്കണം, അത് നന്ദ അറിയുകയും വേണം. ഇങ്ങനെ പറയുകയാണ്. നന്ദയെ നേരത്തെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് ലക്ഷ്മി. എന്നാൽ ഇന്ന് തീരാത്ത പകയാണ് നന്ദയോട് ലക്ഷ്മിക്കും എന്നിവരും തറവാട്ടിൽ എല്ലാവർക്കും. ഇപ്പോൾ നന്ദയെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം അന്ന് കുഞ്ഞുമായി ഇറങ്ങിപ്പോയതിന് ശേഷമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് പിങ്കിയാണ്. പിങ്കി കാരണമാണ് നന്ദ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഗൗതത്തിനോട് പറയുകയാണ്, നന്ദയെ കൂടെ ഈ വിവാഹ വാർഷികത്തിൽ വിളിക്കണമെന്ന്. അന്നേരം ഗൗതം ചോദിക്കുവാണ്, നന്ദ ഇവിടം വിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതിനുശേഷം കാണിക്കുന്നത് നന്ദ അവിടേക്ക് വരുന്നുണ്ട്. ആ സമയം ലക്ഷ്മിയും വലിയമ്മയെല്ലാം ചേർന്ന് അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവളെ കണ്ട ഭാവം പോലും നോക്കാതെ വളരെ രീതിയിൽ അപമാനിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നന്ദയ്ക്ക് ഒരുപാട് വിഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദയോടുള്ള ദേഷ്യമൊന്നും ആ ഗൗരിമോളടുത്ത് ഗൗതമിനില്ല. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊമോയില് ഗൗതം ഗൗരിമോൾക്ക് തലയെല്ലാം ചീകി കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് വിവാഹ വാർഷികത്തിന് വേണ്ടി ഗൗതവും പിങ്കിയും ഒരുങ്ങി വരുന്നത് കാണുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നന്ദയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട്. ഗൗതം ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരുപാട് വിഷമത്തോടെ ഗൗതത്തിനെ നോക്കി നിൽക്കുന്ന നന്ദയെ അവിടെ കാണാം. ഗൗതവും ഇത്തിരി സങ്കടത്തിലൊക്കെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം വലിയമ്മ ഗൗരിമോളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വിവാഹ വാർഷികം നല്ല രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതിനെല്ലാം സാക്ഷിയായിട്ട് നന്ദയും അവിടെയുണ്ട്. നന്ദ വളരെയധികം വിഷമത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്ദ തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു ഗൗതമിന്റെ നെഞ്ചിലേക്ക് പിങ്കി എന്തോ മയങ്ങി വീഴുകയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ നെഞ്ചിലേക്ക് വീഴുന്നു. ഗൗതം പിങ്കിയെ ചേർത്ത് നിർത്തുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ നന്ദ നിൽക്കുവാണ്. അതിനുശേഷം നന്ദ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നതും കാണുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദമോൻ ബാത്റൂമിൽ കയറി കതകടച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് നേരം വന്ന് വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നതേ ഇല്ല. അന്നേരം ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് പിങ്കി ലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് കിടന്ന് കരയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നന്ദയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. ഗൗതം നന്ദയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നതാണ് കാണിക്കുന്നത്. നന്ദയോട് ഗൗതം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് അങ്ങോട്ടേക്ക് നിർമ്മൽ എത്തുന്നത്. ഇത് ഗൗതത്തിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച അങ്ങനെ സംഘർഷഭരിതമായ സീനുകളൊക്കെ ആയിരിക്കും, എപ്പിസോഡുകളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം.